വെൽക്കം ബാക്ക് ടു കൊക്കോ മൈൻ. പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്യൂട്ട് ആൻഡ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഡസ്റ്റ്ബിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളുടെ ഈ ഒരു ഡസ്റ്റ്ബിൻ എൻ്റെ നമ്മുടെ ഒരു ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിളിലാണെങ്കിൽ മൊത്തം ചവറാക്കി പറക്കിയിട്ടു. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡസ്റ്റ്ബിൻ ഉണ്ടാക്കണം. നല്ല യൂസ്ഫുള്ളാണ്. കുട്ടി ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും ഗൈസ്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് പോയോ. ഇതിന് കുറച്ച് സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. 2 ഗ്ലാസ് ആവശ്യമുണ്ട്, പിന്നെ ഗ്ലൂ ആവശ്യമുണ്ട്, പിന്നെ സിസേഴ്സ് ആവശ്യമുണ്ട്, പിന്നെന്താ പെയിൻറ്റ് ആവശ്യമുണ്ട്, ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. വെറും 5 കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഡസ്റ്റ്ബിൻ ഉണ്ടാക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ്. സിമ്പിൾ ഡസ്റ്റ്ബിന്നാണ് ഇത്. അപ്പോൾ നമ്മൾ ട്രിങ്കറ്റീഷനൊക്കെ കണ്ടില്ല നിങ്ങൾ, ക്യൂട്ടുള്ള ട്രിങ്കറ്റീഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ട്രിങ്കറ്റീഷൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ നമ്മളുടെ ചാനലിൽ പോയി ഒന്ന് സെർച്ച് ചെയ്താൽ മതി, കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ നിങ്ങൾ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മൾ ആ ഗ്ലാസിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു വൈറ്റ് പോർഷനാണ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത്. അതിൻ്റെ നെക്സ്റ്റ് ഉള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു സാമ്പിൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് അപ്പുറത്തിരിക്കുന്നത്. നല്ല രസമുണ്ട്. ഞാൻ ബ്ലൂബെറി തീമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്ലൂബെറി ആയിട്ടുള്ളൊരു നല്ല തീമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നന്നായി പെട്ടെന്നൊരു നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു 10 മിനിറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഇതൊന്ന് കട്ട് ചെയ്യുക. നമ്മളുടെ ഐസ്ക്രീം സ്റ്റിക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് പെയിൻറ്റ് ഞാനൊരു പേസ്റ്റൽ കളറാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണെങ്കിലും യൂസ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് ആക്രിലിക് കളർ തന്നെയാണ് കേട്ടോ, ആക്രിലിക് കളർ. അപ്പം നമുക്കിത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ വേറെ 2ാമത്തെ കപ്പിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ വെട്ടി കപ്പ് ഉണ്ടല്ലോ, ആ മൂടിയ വെട്ടി കപ്പ് നമ്മളൊന്ന് ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ അത് ഫ്രണ്ടിലോട്ട് പൊങ്ങി വരും. അതാണ് നമ്മളുടെ ഈ ഡസ്റ്റ്ബിൻ്റെ സ്പെഷ്യാലിറ്റി. അപ്പം നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ മണ്ടയിൽ വെക്കേണ്ട ആ ഒരു സാധനം നമ്മളുടെ ഒരു ഓപ്പൺ ചെയ്യാൻ വേണ്ടിയപ്പോഴത്തേക്ക് നല്ല ക്യൂട്ടായിട്ടിരിക്കണമല്ലോ. അപ്പോൾ ആ ഒരു സാധനം നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. റൗണ്ടിൽ തന്നെയാണ്, നിങ്ങൾ നോക്കിയിട്ട് വെട്ടിയെടുത്താൽ മതി. അതാണ് നമ്മളുടെ പെയിൻറ്റ്. അപ്പോൾ ബാക്കിൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പം എൻ്റെ അടുത്തൊരു കുട്ടി സാധനമുണ്ട്. ആ ഒരു കുട്ടി സാധനമാണ് പൂസു. അപ്പം പൂസുവിന് ഈ വീഡിയോയിലൊക്കെ ചില സമയം കാണിക്കാറുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. നമ്മുടെ മിക്ക വീഡിയോസിൽ അവനെ കാണാറുണ്ട്. അപ്പം എൻ്റെ ക്യാറ്റാണ് കേട്ടോ അത്. പിന്നെ ഞാൻ എൻ്റെ പാലറ്റൊക്കെ ഒരു ഐസ്ക്രീം പെട്ടിയാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഐസ്ക്രീം പെട്ടിയിലേക്ക്, അതായത് നമ്മളുടെ പാലറ്റിലേക്ക് നമുക്ക് നമ്മളുടെ കളേഴ്സൊക്കെ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ വൈറ്റ് കളറും അതുപോലെ തന്നെ ഒരു ബ്ലൂ കളറാണ് മിക്സ് ചെയ്യുന്നത്. അത് നല്ല മിക്സ് ചെയ്താൽ നമുക്ക് നല്ല കളേഴ്സ് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലൂവും വൈറ്റുമാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിലും എല്ലാത്തിലും പെയിൻ്റൊക്കെ അടിച്ച് കൊടുക്കാൻ വേണ്ടി, അതാണ് നമ്മുടെ കളർ കേട്ടോ, കൊടുക്കാൻ വേണ്ടി ഞാൻ അധികമൊന്നും എടുത്തിട്ടില്ല. പിന്നെ വാട്ടർ വെച്ചിട്ടൊന്ന് മുക്കി അതിൽ ബ്രഷ് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് ഒന്ന് ക്യൂട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ബ്ലൂബെറി എടുത്ത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്യൂട്ടാക്കണമെങ്കിൽ ഗ്രിഡ് ലൈൻസൊക്കെ വരച്ച്, നമ്മൾ ഗ്രിഡ് ലൈൻ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഗ്രിഡ് ലൈൻസൊക്കെ വരച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രോബെറി ഒക്കെ വരച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും വരച്ച് കൊടുക്കുക. ക്യാരറ്റ്, സ്ട്രോബെറി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരച്ച് കൊടുക്കുക. പിന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മളുടെ ചാനലിൽ ഇപ്പോൾ 15 സബ്സ്ക്രൈബേഴ്സ് എന്തേ ഉള്ളൂ. നിങ്ങളും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അത് കൂടും കേട്ടോ. അപ്പം നിങ്ങൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. നിങ്ങളൊന്ന് നോക്കുക നമ്മളുടെ ചാനൽ. അപ്പം നമ്മൾ കുറച്ച് ഷോർട്ട്സും കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. നമുക്ക് 15 സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്ത് അതിന് നമുക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത് കണ്ടോ, നല്ല രസമുണ്ട്. ഞാൻ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതൊക്കെ പോയി ചെക്ക് ചെയ്യാം ഗൈസ്. ഞാൻ അതാണ്ട് പെയിൻ്റ് അടിച്ച് നമ്മൾ ഡബിൾ കോട്ടിങ്ങാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡബിൾ കോട്ടിങ് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വൈറ്റ് ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് തന്നെ ചെയ്യാം. പിന്നെ അതിൻ്റെ മണ്ടയിൽ വേറെ ഗ്രിഡ് ലൈൻസ് അത് അടിച്ചെടുത്താൽ മതി. അപ്പോൾ എൻ്റേത് പ്ലെയിൻ ഗ്ലാസ് അല്ല, അത് തന്നെ വൈറ്റ് ഗ്ലാസ്സും അല്ല. അതുകൊണ്ടാണ് ഞാൻ പെയിൻറ്റ് അല്ലാതെ കോട്ടിങ് അടിച്ചു കൊടുക്കണത്. ഇവിടെ മൊത്തം പക്ഷി മൃഗാദികളുടെ സൗണ്ടാണ് മൊത്തം. എന്ത് ചെയ്യാനാണ് കേസ്. അപ്പം ഞാൻ വന്നിട്ട്
അതൊക്കെ പെയിൻ്റ് അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐസ്ക്രീം സ്റ്റിക്കിലും പെയിൻ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം ഞാൻ എല്ലാം പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിന് ശേഷം ബ്ലൂബെറിയൊക്കെ അതിൽ മണ്ടയിലുള്ള ആ ഒരു നമ്മൾ ഓപ്പണിംഗ് ഉണ്ടല്ലോ അതിൽ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ലാസ്റ്റ് ലുക്ക്, അതായത് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടുള്ള ലാസ്റ്റ് ലുക്ക്. ഓക്കെ, ബ്ലൂബെറിയൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലൂബെറിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരയ്ക്കുകയാണ്, ഞാൻ ബ്ലൂബെറി വരയ്ക്കണമെന്ന് കാണിക്കാത്തത്. നെക്സ്റ്റ് നമുക്ക് ഞാൻ ഈ പേപ്പർ എന്തിനാണ് എടുത്തതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒരു അടപ്പുണ്ടല്ലോ, ആ ഒരു അടപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അല്ലെങ്കിൽ അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അളവൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു അതുപോലെ, അളവൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പം നെക്സ്റ്റ് ഞാൻ ഇടാൻ പോണ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണം, അതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും കേട്ടോ. നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പം അത് നല്ല യൂസ്ഫുള്ളായിരിക്കുള്ള വീഡിയോസ് നമുക്ക് വരുന്നതായിരിക്കും. അപ്പം യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മടിച്ച് നിൽക്കേണ്ട, ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ ഇതാ നമ്മളുടെ പാശയൊക്കെ തേച്ച് ഒട്ടിച്ച് കുട്ടപ്പനാക്കണം നമ്മുടെ പെട്ടിയെ. നമ്മൾ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. അതിനി ഉണങ്ങി ഒരു കുറച്ച് നേരമൊക്കെ ഉണങ്ങാതിരിക്കട്ടെ, ഒരു 5-10 മിനിറ്റ് ഉണങ്ങിയാൽ നല്ല ഇതായിരിക്കും. നമ്മുടെ ഈ ഒരു ഇത് സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റാണ്. ഇനി ഇതുപോലത്തെ നല്ല നല്ല ക്രാഫ്റ്റ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഞാൻ പിന്നെ കുക്കിങ്ങൊക്കെ ഇടാറുണ്ട് ഇതിൽ, ഇടയ്ക്കിടയ്ക്ക് കുക്കിംഗ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഞാൻ ട്രാവലിംഗ് വ്ളോഗ്സ്, അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ്, അങ്ങനെയാണ് എൻ്റെ ഒരു കണ്ടൻറ്റ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ന് ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, എനിക്ക് ഒരു കണ്ടൻറ്റൊക്കെ കിട്ടണം, അതുകൊണ്ടാണ് ക്രാഫ്റ്റ് ചെയ്യാത്തത് ഇത്ര ദിവസം. എന്താണ്ട് നമ്മളുടെ അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാ അറ്റാച്ച്മെൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഉണങ്ങാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല, അത് വീണിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ യൂസ്ഫുള്ളായിട്ടുള്ളത്. നല്ല രസമുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളുടെ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ വീഡിയോ ബൈ ബൈ.